ഒരു ബഡ്ജറ്റ് 10 ലക്ഷം രൂപ ഉള്ളൂ വിചാരിക്കുക. അവർക്കാണെങ്കിൽ നമുക്ക് 2 ബെഡ്റൂം വെച്ച് 600 സ്ക്വയർ ഫീറ്റിനകത്ത് പാക്കേജ് വർക്കിനകത്ത്. അപ്പം ചിലപ്പോൾ ഇതേ ഫെക്ക് ആയിരിക്കില്ല അങ്ങോട്ട് പോകുമ്പോൾ. ചിലരിങ്ങനെ ജസ്റ്റ് എൻക്വയറി ചെയ്തിട്ട് ഇങ്ങനെ ഇത് കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്. ചില ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. എല്ലാവരും ഉണ്ട്. ഇപ്പം ഇങ്ങനെ 10 ലക്ഷം രൂപ വീട് വയ്ക്കുക. അപ്പോൾ അത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അത് നമ്മൾ EMI പ്ലാൻ ചെയ്യണമുണ്ട്. 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമ്മൾ EMI ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഒരു EMI അടച്ച് പോയാൽ മതി. പക്ഷേ ഈ 5 ലക്ഷം രൂപ ഒരുമിച്ച് അഡ്വാൻസ് ചെയ്യേണ്ട, ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. വീട് വെക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ നല്ലൊരു വീട് വെച്ച് തരാൻ പണിക്കാരെ കിട്ടാത്തതാണോ പ്രശ്നം? വിഷമിക്കണ്ട, നമുക്കൊപ്പം ഹോംസി ബിൽഡേഴ്സ് ഉണ്ട്. ഇതാ ഹോംസി ബിൽഡേഴ്സ് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം. ചെറുതായാലും വലുതായാലും താമസിക്കാൻ ഒരു വീട് എന്നത് തന്നെയാണ് ഒരു സാധാരണക്കാരനായ ഒരു ശരാശരി മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ചെറുതായാലും വലുതായാലും അത് മനോഹരമായിരിക്കണം, അതിനുള്ളിൽ സമാധാനം ഉണ്ടാകണം, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. എന്നാൽ ഞങ്ങൾ മുൻപൊരിക്കൽ ഹോംസി എന്ന ഒരു ബിൽഡറിനെ കുറിച്ച് കർമാനൂസ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നു. ചുരുങ്ങിയ ചിലവിൽ അവർ വീട് നിർമ്മാണം മെറ്റീരിയലുകൾ ചുരുങ്ങിയ ചിലവിൽ പക്ഷേ ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ വീടുകൾ നിർമ്മിക്കുന്നു എന്നുള്ളത് നേരത്തെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ ഹോംസി അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചതാണ്. ഇപ്പൊ അവരുടെ തന്നെ മറ്റൊരു പ്രോജക്ട് തിരുവനന്തപുരത്ത് പേരൂർക്കടയിലാണ്. അവിടെയാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഇതിപ്പോ പണിയുന്നത് ഒരു 3 സ്റ്റോറി ആയിട്ടാണ്. അങ്ങനെ ഒരു ബിൽഡിംഗ് ആണിത്. ഇവിടെ നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിനും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പർപ്പസിനും ഒക്കെ ഇവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വേണമെന്നുണ്ട് എങ്കിൽ ഇപ്പോൾ കുറച്ചധികം പേര് ഒരുമിച്ച് താമസിച്ച് ഒരു പേയിങ് ഗസ്റ്റ് രീതിയിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹോസ്റ്റലിന് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. നമ്മളിപ്പം നിലവിൽ ബഡ്ജറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരാളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ ഒരാൾക്ക് ചെറിയൊരു ബഡ്ജറ്റ്, ഉദാഹരണം നമുക്ക് സാമ്പിൾ കാണിച്ചു. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനകത്ത് അവരുടെ പ്രോജക്റ്റ് നോക്കാൻ പറ്റും. ഈ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇത്ര 23 ലക്ഷം രൂപയാണ് അവരുടെ. അപ്പോൾ സ്റ്റേജ് എത്രയാണ്, അവരുടെ എമൗണ്ട് എത്രയാണ്, അവർ എത്ര തന്നിട്ടുണ്ട്, 4,80,000 ബാലൻസ് എത്രയുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അപ്ഡേഷൻ ഈ ആപ്പ് വഴി തന്നെ അവർക്ക് കാണാൻ പറ്റും. അതൊരു സുതാര്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ചെറിയ പേയ്മെന്റ് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. വലിയ എമൗണ്ട് ഒന്നും വേണ്ട. അവർക്ക് ഉള്ള പേയ്മെന്റ് വെച്ച് ഡെയിലി ഉള്ള ഒരു ട്രസ്റ്റ് കുറവാണെങ്കിൽ നിൽക്കുന്ന ജോലിക്കാരുടെ എമൗണ്ട് അന്നന്ന് തന്നെ അവർക്ക് പേയ്മെന്റ് ചെയ്തു പോകാൻ പറ്റും. അത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. ബൾക്ക് എമൗണ്ട് ആദ്യമേ അഡ്വാൻസ് അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്ക് നിർബന്ധമല്ല. സാധാരണഗതിയിൽ നമുക്കൊരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുവിധം ലക്ഷോർ ലൈഫിലേക്ക് നല്ലൊരു വീട് വെച്ച് താമസിക്കാം. ആവശ്യക്കാരന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ. പിന്നെ ഇനി ലോ ബഡ്ജറ്റ് സാധാരണ ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ സാധാരണക്കാർ അവരെ കൊണ്ട് പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു ബഡ്ജറ്റ് 10 ലക്ഷം രൂപ ഉള്ളൂ വിചാരിക്കുക. അവർക്കാണെങ്കിൽ നമുക്ക് 2 ബെഡ്റൂം വെച്ച് 600 സ്ക്വയർ ഫീറ്റിനകത്ത് പാക്കേജ് വർക്കിനകത്ത്. അപ്പോൾ ചിലപ്പോൾ ഇതേ ഫെക്ക് ആയിരിക്കില്ല അങ്ങോട്ട് പോകുമ്പോൾ. ഈ 30 ലക്ഷം ഫെക്ക് ആയിരിക്കില്ല. ചെറിയ ഡീറ്റെയിൽസും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ ബഡ്ജറ്റ് ഹോമിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ 10 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഈ 3000 സ്ക്വയർ ഫീറ്റ് 10 ലക്ഷം ചെയ്യുമെന്ന് ചിന്തിച്ച് വിളിക്കുന്നവരുണ്ട്. പക്ഷെ അത് അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ അത് ഈ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് നമ്മൾ 2 കമ്മ്യൂണിക്കേഷൻ നടത്തി സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൺ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ ഒരു സീരിയസ്നെസ് ഇല്ലാതെ കളിയാക്കുന്നവരുണ്ട്. പക്ഷേ വീട് വേണമെന്നുള്ള ആഗ്രഹമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി വന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിങ്ങനെയാണ് ബഡ്ജറ്റ്. അത് വീണ്ടും ട്രൈ ചെയ്യണം. ഇതിപ്പം ചിലരിങ്ങനെ ജസ്റ്റ് എൻക്വയറി ചെയ്തിട്ട് ഇങ്ങനെ ഇത് കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്. ചില ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. എല്ലാവരും ഉണ്ട്. ഇപ്പം ഇങ്ങനെ 10 ലക്ഷം രൂപ വീട് വയ്ക്കുക. അപ്പോൾ അത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അത് നമ്മൾ EMI പ്ലാൻ ചെയ്യണമുണ്ട്. 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമ്മൾ EMI ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഒരു EMI അടച്ച് പോയാൽ മതി. പക്ഷേ ഈ 5 ലക്ഷം രൂപ ഒരുമിച്ച് അഡ്വാൻസ് ചെയ്യേണ്ട, ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതലും ഒരു EMI അടച്ച് പോകണം. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമുക്കറിയാൻ പറ്റും വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയം കൊണ്ട് ഇവർ വർക്ക് എങ്ങനെയാണ് EMI അടയ്ക്കുകയോ ഇല്ലെന്നുള്ളൊരു ക്രെഡിബിലിറ്റിയും കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ നമുക്ക് 10 ലക്ഷത്തിന് മേലോട്ട് ലോൺ ഇല്ല. 5 ലക്ഷം വരെ സാധാരണക്കാർക്ക് മാത്രമുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കാൻ അവരെ ചെയ്യും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. സാധാരണ അവർക്ക് ഒരു വീട് കിട്ടും, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കിട്ടും, 5 ലക്ഷം നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള സ്കീമാണ് ഇത്. കണ്ടിട്ട് 50 ലക്ഷം വർക്ക് എടുത്തിട്ട് 25 ലാക്സ് ലോൺ നമ്മൾ തരണമെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് സഹായിക്കാൻ പറ്റും. അവർക്ക് നമുക്ക് ഷോപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊന്ന്, ഇപ്പോൾ കൊമേഴ്സ്യൽ പർപ്പസിനും നിങ്ങൾ വെച്ചു കൊടുക്കാൻ തുടങ്ങി. പെരൂർക്കട ഇങ്ങനെ പകുതി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഞങ്ങൾ കാണുകയുണ്ടായി. അത് ഇനി ഈ നോർമൽ ഹൗസ് എന്നുള്ളതിൽ നിന്ന് മാറി കൊമേഴ്സ്യലിലേക്ക് മാറാനുണ്ടായ ഒരു കാരണം എന്താ? അതാണോ കൂടുതൽ ലാഭം കിട്ടുന്ന, പ്രോഫിറ്റബിൾ അതാണോ?
ഈ കൊമേഴ്ഷ്യലിൽ നമുക്ക് സാധാരണ നമുക്ക് പ്രോഫിറ്റബിൾ മാത്രമല്ല, നമുക്ക് ടെൻഷൻ കുറഞ്ഞ സംഭവമാണ് കൊമേഴ്ഷ്യൽ. അത് മാത്രമല്ല നമ്മൾ ഗവൺമെന്റ് വർക്കാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കമ്പനി കുറച്ച് ഗവൺമെന്റ് വർക്കാണ് നമ്മൾ PW വർക്കിയുടെ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ടെൻഡർ വിളിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. നമുക്ക് വരുന്ന കസ്റ്റമർ നമ്മൾ അവരുടെ ആശയം മനസ്സിലാക്കി, അവരുടെ ബിസിനസ് മൈൻഡ് മനസ്സിലാക്കി, അവർക്കൊപ്പം സഞ്ചരിച്ച് അവർ ഈ സ്ഥലത്തിനകത്ത് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 സ്ഥലം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്ത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്താൽ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും, ഒരു മാസം എത്ര ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടാൻ പറ്റും, അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മളത് കവർ ചെയ്യുന്നത്. ഹോംസി ബിൽഡേഴ്സിന്റെ കഴക്കൂട്ടം കാര്യവട്ടം ക്യാമ്പസിനടുത്തുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് ഏകദേശം പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുതിയ പ്രോജക്റ്റാണ്. ഇതിപ്പോ ഇനി കുറച്ചുകൂടി പണികളുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് സൗകര്യങ്ങളെന്ന് അറിയാം. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അത്ര വലുതല്ല എന്നാലും ഒരു ഹാളുണ്ട്. ആ ഹോളും നമ്മൾ പിന്നെ നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കള ഇപ്പോൾ ചെറിയ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാ ക്യാബിൻ എല്ലാം, നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ക്യാബിനുകൾ എല്ലാം ഉണ്ട്. ഇവിടെ ഫുൾ ക്യാബിനാണ്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ, സിങ്ക് ഉണ്ട്. പിന്നെ ഇതിനടിയിലും നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അടുക്കള നമുക്ക് നല്ല ഒരു അടുക്കള തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഈ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഹാളിൽ വന്നിരിക്കുന്നവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓപ്പൺ ആയിട്ട് തന്നെ, ഇതിനിടയിൽ ഒരു മറവൊന്നുമില്ല. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു നല്ലൊരു സംഭവമാണ്. കാര്യം TV ഒക്കെ കണ്ട് വീട്ടുകാരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു കുടുംബനാഥയാണെങ്കിൽ പോലും അവിടെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള കുറെ നല്ല നിമിഷങ്ങൾ ഈ ഒരു പ്ലാനിൽ കിട്ടും. ഇനി നമുക്ക് ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതൊരു ചെറിയ, അത്ര വലിയ ബെഡ്റൂം ഒന്നും അല്ല, ചെറിയ ബെഡ്റൂമാണ്. എന്നാലും നല്ല അത്യാവശ്യം ഒരു ബെഡിട്ട് ഒരു ചെറിയ സെറ്റപ്പ് എല്ലാം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമും ചെറുതാണെന്ന് പറയാൻ പറ്റില്ല, ചെറുതാണെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു നല്ല ബാത്റൂമാണ്. പിന്നെ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്സ് കയറി നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിലും ശരിക്കും നല്ല പ്രകാശമുള്ളിലേക്ക് വരത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ചുമര് സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ പടവണ്ടാരം എന്നൊക്കെ പറയുന്ന പോലെ വലിയ മുറികളൊന്നും അല്ല, ചെറിയ മുറികളാണ്. പക്ഷെ ക്യൂട്ടായിട്ടുള്ള മുറികളാണ്. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. ഇവിടുന്ന് ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത്. ഒരു ബാൽക്കണി ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ. ഈ ബാൽക്കണിയിൽ നമുക്ക് അത്യാവശ്യം ചെയറൊക്കെ ഇട്ട് ഇവിടെയൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല വ്യൂ ആണ്. കണ്ടോ, ഈ ബെഡ്റൂമിൽ നമ്മൾ ഇറങ്ങുമ്പോൾ വളരെ മനോഹരമായ വ്യൂ ആണ്. സന്ധ്യാസമയത്തും രാവിലെയും ഒക്കെ നല്ല വിഷ്വലായിരിക്കും ഇവിടെ. പിന്നെ അത്യാവശ്യം അവിടെ അപ്പുറമൊക്കെ നിറയെ വീടുകളുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമൊന്നും അല്ല. ഇതും ഒരു ബെഡ്റൂമാണ്. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ബെഡ്റൂമാണ്. ഒരുപാട് സ്പേസ് ഒന്നുമില്ല, പക്ഷെ നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് പുറത്തേക്ക്, അതായത് ടെറസിലേക്കുള്ള വഴിയാണ്. കുഞ്ഞു സ്ഥലമാണെങ്കിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. ഒരു വാഷ് ബേസിനുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ല ഒരു വീടാണ്. ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഹോംസി ബിൽഡേഴ്സിനെ മുൻപ് കർമ്മ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതാണ്. ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ കേരളത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ബിൽഡേഴ്സാണ് ഹോംസി ബിൽഡേഴ്സിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് പണി തീരാറായ ഒരു വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ ആധുനികമായ രീതിയിൽ തന്നെ നിർമ്മിച്ച വീടുകളാണ് ഹോംസി ബിൽഡേഴ്സിന്റെ വീടുകൾ എന്നതാണ് ഏറ്റവും
ശ്രദ്ധേയം. തന്നെയുമല്ല, നമുക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ അതിന്റെ വില കൂടി അങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം ഇത്രയും സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടും ആ നോർമൽ ആയിട്ടുള്ള ഒരു ന്യായമായ വിലയിൽ തന്നെയാണ് അവർ അവരുടെ വീടുകളുടെ വിൽപ്പനയും നടത്തുന്നത്. എന്തായാലും വളരെ മനോഹരമായ കൺസ്ട്രക്ഷനാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്, എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഈ വീടിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരു ഹോളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു അൽമാര എന്ന് തന്നെയല്ല, നമുക്ക് ഷോക്കേസ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇത് ഒരു ബെഡ്റൂമാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നുണ്ട്, പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പുറം വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല മനോഹരമായ ജനാല ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനി അടുത്തത് കിച്ചൺ. വളരെ വിശാലമായ ഒരു കിച്ചണാണിത്, മനോഹരമായൊരു കിച്ചണാണിത്. ഒരു ചെറിയ ഫാമിലിക്ക് അല്ല, ഒരു വലിയ ഫാമിലിക്ക് അല്ലേ, ഒരു വലിയ ഫാമിലിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു കിച്ചണാണ്. നല്ല വാർഡ്രോബ്സ്, നല്ല കിച്ചൺ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് ഈ അടുക്കളയിൽ ഒന്നും പുറത്ത് കാണേണ്ട ആവശ്യമില്ല, എല്ലാം ഉള്ളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ആധുനികമായ രീതിയിലുള്ള ഒരു കിച്ചണാണ്. നമുക്ക് ഇതിനകത്ത് ഫ്രിഡ്ജും എല്ലാ കാര്യങ്ങളും, അടുക്കളയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. എന്നാൽ അടുക്കളയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരുപാട് ദൂരവുമില്ല, ഹാള് വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നല്ല രീതിയിലാണ് ഇതിന്റെ താഴത്തെ നില സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ വിഷ്വൽസ് പ്രേക്ഷകരെ കാണിക്കാം. ഓരോ പാർട്ടിക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച്, കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ തന്നെ ബിൽഡിങ്ങിൽ അവർ ആ ചേഞ്ചസ് ഒക്കെ വരുത്തി നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് തരും. ഹോംസിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്, ന്യായമായ വില നമുക്ക് ഒരു സാധാരണ കുടുംബത്തിന്റെ ബഡ്ജറ്റ് താളം തെറ്റാതെ ഒരു വീട് വെക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലൈഫിലെ എല്ലാ ബഡ്ജറ്റും താളം തെറ്റുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അതൊന്നും താളം തെറ്റാതെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർ ചെയ്തുകൊണ്ട് പോകുന്നത്. തന്നെയല്ല, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഈ കസ്റ്റമേഴ്സിന് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ EMI ആയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്.